കുമരനെല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല് സഹികെട്ട് നാട്ടുകാരും സ്കൂൾ അധികൃതരും. സംഘർഷത്തിലുണ്ടായ 8ലധികം വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും സ്കൂളിലേക്ക് വിളിച്ചുവരുത്തി ചർച്ച നടത്തി. അടുത്ത ദിവസം തന്നെ PTA യോഗം വിളിച്ചു ചേർത്ത് ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്നും സ്കൂൾ അധികൃതർ. സംഘർഷത്തിലുണ്ടായ 8ലധികം വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും സ്കൂളിലേക്ക് വിളിച്ചുവരുത്തി ചർച്ച നടത്തി. അടുത്ത ദിവസം തന്നെ PTA യോഗം വിളിച്ചു ചേർത്ത് ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് ചേരിതിരിഞ്ഞ് വിദ്യാർത്ഥികൾ തമ്മിൽ മർദ്ദനമുണ്ടായത്. കുമരനെല്ലൂർ സ്കൂളിലെ 9ഉം 10ഉം വിദ്യാർത്ഥികളാണ് ചേരിതിരിഞ്ഞ് മർദ്ദിച്ചത്. സ്കൂളിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ വെച്ചുണ്ടായ സംഘർഷം 5 മിനിറ്റോളം നീണ്ടുനിന്നു. നടുറോഡിലെത്തിയതോടെ നാട്ടുകാർ ഇടപെടുകയായിരുന്നു. മർദ്ദന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സംഘർഷത്തിൽ ഉണ്ടായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് ബുധനാഴ്ച വിളിച്ചുവരുത്തി. ചർച്ചയ്ക്കിടെ ചില രക്ഷിതാക്കൾ അധ്യാപകരോടും PTA ഭാരവാഹികളോടും മോശമായ രീതിയിൽ സംസാരിച്ചെന്നുള്ള ആരോപണവുമുണ്ട്. അടുത്ത ദിവസം തന്നെ PTA എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർക്കുന്നുണ്ടെന്നും ഈ വിഷയം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുമെന്നും സ്കൂൾ PTA ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ തവണ ഉണ്ടായ സംഘർഷത്തിൽ കുമരനെല്ലൂരിലെ ഒരു വ്യാപാര സ്ഥാപനത്തിലും ചെറിയ നാശനഷ്ടമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ തമ്മിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സംഘർഷം മറ്റു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും പോലീസിനും ഒരുപോലെയാണ് തലവേദനയാകുന്നത്. NCV ന്യൂസ്, തൃത്താല. പുതുമയണിഞ്ഞ് എടപ്പാൾ കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.